സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റും. ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥന്റെയാണ്. അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിശ്വാസമായിരുന്നു, ശരിക്കും ഞാൻ തന്നെയാണോ, നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത്? അതെ, ഈ സിനിമയിലെ നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത് വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ നായകനാണ്, പക്ഷെ പ്രതിനായകൻ. ഇത്രയും കാലം എന്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എന്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നവരാണ്. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എന്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരൊക്കെ, ജോഷിയും ജൂബിലി ജോയിയൊക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു അവരുടെ സാന്നിധ്യം. കുഞ്ചൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, രാജു, സിബി, സിയാദ്, ഇങ്ങനെ എല്ലാവരും, അമൽ നീരദും അൻവർ റഷീദും രഞ്ജിത് ഭായ് ഒക്കെ എന്റെ കൺവെട്ടത്ത് വന്നവരാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ല, അവരെന്റെ മുമ്പിൽ വന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ എന്റെ കൊളംബസ് ഒന്നുമല്ല ഇവരെ കണ്ടുപിടിക്കുന്നത്, ഇവരിവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എന്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ, ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയിൽ എന്റെ കൂടെ സഹായിച്ച ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ്. ഞാനും വിനായകന് ചേർത്താൽ